ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ലൈഫ് അപ്ഗ്രേഡ് റീഡാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നിൽക്കുന്നിടത്ത് നിന്ന് ഒരു പടി മുന്നിലേക്ക് കയറാനായിട്ട് ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് മാറ്റങ്ങൾ വരുത്തണം, എന്ത് കാര്യങ്ങൾ നിർത്തണം, എന്ത് കാര്യങ്ങൾ തുടർന്നും ചെയ്യണം, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ കറൻറ്റ് ഇമോഷണൽ എനർജിയാണ്. എന്ത് എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്ന് നോക്കാം. 5 ഓഫ് കപ്സ്, കഠിനമായിട്ടുള്ള ഒരു നിരാശ, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതിലുള്ള ദുഃഖം ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത് കറക്റ്റ് സമയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ എന്താണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാനായിട്ട്, ലൈഫ് ഒന്ന് മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇനി എന്താണ് ഈ സമയത്ത് നിങ്ങളെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർ എനർജി, നിങ്ങളുടെ ഹീലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനൊരു ഫലം കണ്ടിട്ടില്ല. അപ്പോൾ അത് ആ ഒരു എനർജി നിങ്ങൾ വർക്ക് ചെയ്ത് ഒരു ഇമോഷണൽ വർക്കാണെങ്കിലും അത് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരു സംഗതിയാണ്. സ്റ്റാർ എനർജി എന്ന് പറയുമ്പോൾ ഒരു ടവർ കഴിഞ്ഞിട്ട് വരുന്നൊരു കാർഡാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ ഷോക്ക്, ഈ ഒരു വേദനയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഇതിനെ പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പതുക്കെ റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ റിക്കവറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെൻ്റൽ എനർജി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു പോസിറ്റീവായ അവസ്ഥയിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്റ്റാർ എനർജി വന്നിട്ടുള്ളത്. പക്ഷേ ഈ ജേർണി നിങ്ങൾക്കത്ര ഈസി ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഡ്രെയിനിങ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ പുതിയൊരു എന്താ പറയുക, പോസിറ്റീവായ എനർജിയിലേക്ക്, ഒരു ഹീലിങ്ങിലേക്കൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ്. ഇനി ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ നിമിഷം നിർത്തേണ്ടത് എന്താണ് നോക്കാം. പേജ് ഓഫ് വാണ്ട്സ്. ഇമ്മച്വറായിട്ടുള്ള ചില ഐഡിയാസ് നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു വേദനയ്ക്ക് ശേഷമായിരിക്കും നിങ്ങൾ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ തിരിച്ചൊരു പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്ലാനുകളെല്ലാം എന്താണ്, ഇമ്മച്വറാണ്. പെട്ടെന്നുണ്ടായൊരു തോന്നലിൻ്റെ പുറത്ത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് നിങ്ങൾ ആ പ്ലാനുകളൊക്കെ മാറ്റിവെക്കുക. അത് നിങ്ങളുടെ ഗ്രോത്തിനെ സഹായിക്കാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫ് ഒരു ഗ്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് എന്താണ്, നെഗറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള പെട്ടെന്നുണ്ടായ തോന്നലിൻ്റെ പുറത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റിവെക്കുക. അത് മോശപ്പെട്ട കാര്യങ്ങളാണ്, അത് പക വീട്ടുക അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് പാടെ വേണ്ടെന്ന് വെക്കുക. അതല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് മാറ്റിവെക്കുക എന്നാണ് പറയുന്നത്. ഇനി എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എനർജി ട്രെയിനിങ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലവേഴ്സ് കാർഡാണ്. ചോയ്സ് എടുക്കുക. എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക. ചില 2 ഓപ്ഷനുകൾക്കിടയിൽ നിന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. ലവേഴ്സ് കാർഡ് സാധാരണ ലവ് സ്പ്രെഡിലാകുമ്പോൾ നമ്മൾ പറയുന്നത് അതൊരു പോസിറ്റീവ് എനർജി എന്ന് പറയും. പക്ഷേ ഇതൊരു ലവ് സ്പ്രെഡ് അല്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ മറ്റൊരു മീനിങ് ആണ് എടുക്കുക. ചോയ്സ് എടുക്കുക, ഒരു തീരുമാനം എടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. എന്താണോ ലൈഫിൽ നിങ്ങളിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൽ പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ മേൽ ഒരു തീരുമാനമെടുക്കാനാണ് പറയുന്നത്. നമുക്കതിനൊരു ഗൈഡൻസ് കൂടി എടുത്ത് നോക്കാം. കാരണം നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കുമ്പോൾ ഒരു ഗൈഡൻസ് വേണമല്ലോ. എന്താണ്, വാട്ട് ഈസ് ദിസ് ചോയ്സ് ഓൾ അബൌട്ട്? എംപ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഒരു സ്ത്രീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആണ്. അമ്മയാവാം, ഭാര്യയാവാം, കാമുകിയാവാം, സുഹൃത്തായിരിക്കാം, മകളായിരിക്കാം. അങ്ങനെ ഒരു സ്ത്രീയെയാണ് കാണുന്നത്. ഇനി അതല്ല, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ജോലിയുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി അതല്ല എങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിരിക്കാം നിങ്ങളുടെ ഈ വിഷമം വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ, എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ മേൽ
യുക്തിസഹമായിട്ടുള്ള തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ഇത് രണ്ടും മേജർ അർക്കാന കാർഡാണ്, ഹൈ എനർജി കാർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ തീരുമാനം നമ്മൾ ഉടനെ തന്നെ എടുത്തേ മതിയാകുള്ളൂ എന്നാണ് കാണുന്നത്. ഇനി എന്ത് കാര്യമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതായത് ഇത് നിങ്ങൾക്ക് വർക്കായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, അപ്പോൾ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. 7 ഓഫ് കപ്സ് ആണ്. ഓപ്ഷൻസ്, നിങ്ങൾക്ക് പല ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഓപ്ഷൻ്റെ കാര്യം വന്നിട്ടുണ്ട്. ചോയ്സ് എടുക്കാനും പറയുന്നുണ്ട്, ഓപ്ഷനുകൾ കീപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഓപ്ഷനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാ പോസിബിലിറ്റികളും, നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാ പോസിബിലിറ്റികളും നോക്കിയതിന് ശേഷം മാത്രം ഈ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കണം, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അതിനെ മൊത്തത്തിലൊന്ന് പരിഗണിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കുക. പെട്ടെന്ന് ഈ ഒരു പേജ് ഓഫ് വാൺസ് എനർജി, ഇമ്മച്ചുറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള സെർച്ച് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. ഇനി നോക്കാം, എന്ത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഇപ്പോൾ വേണ്ടത്, നിങ്ങളുടെ മാനസികാവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ജഡ്ജ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് എന്തോ ഒരു കോളിംഗ് വരുന്നുണ്ട്. അതായത് ഒരു യൂണിവേഴ്സ് നിങ്ങളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ വിട്ടുകളയാനായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. ഈ ഒരു എനർജി നിങ്ങളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഈ ഒരു ഷിഫ്റ്റിലേക്കാണ് വരേണ്ടത്. ഒരു വലിയ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവാനുള്ള ഒരു സമയമായിട്ടുണ്ട്. റിലേഷൻഷിപ്പിലായിരിക്കാം, കരിയറിലായിരിക്കാം, ഫിനാൻസിലായിരിക്കാം, ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം. ഏതെങ്കിലും ലൈഫിൻ്റെ ഒരു ഏരിയയിൽ ലൈഫ് നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ചില തിരിച്ചറിവുകൾ ഉണ്ടാവാനായിട്ട്. ഏത് ഏരിയയിലാണ് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് എന്ത് കാര്യമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഷിഫ്റ്റ് നിങ്ങളിപ്പോൾ അംഗീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് കാണുന്നത്. നമുക്കൊരു ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കാം. വാട്ട് ഈസ് ദിസ് ജഡ്ജ്മെൻറ്റ് അബൌട്ട്? ക്വീൻ ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. നിങ്ങളെന്തോ ഒരു ആക്ഷൻ എടുക്കാനുണ്ട്, പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. മിക്കവാറും കരിയറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ചില കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് നിങ്ങൾ പിന്നത്തേക്കാവട്ടെ, അല്ലെങ്കിൽ കണ്ടില്ല എന്നടിച്ച് അങ്ങനെ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫ് ഒരു പടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്ത് ഒരു ആക്ഷനാണ്, പ്രാക്ടിക്കൽ ആയിട്ട് എന്ത് സ്റ്റെപ്പാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് എന്ന് നോക്കാം. വാട്ട് പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ടു ടേക്ക് റൈറ്റ് നൗ? പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇത് കരിയർ റിലേറ്റഡ് ആണ് കേട്ടോ. ഒരു പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം സ്റ്റാർട്ട് ചെയ്യാനോ, അങ്ങനെ എന്തോ ആണ് ഇത്. നിങ്ങളുടെ ഹോബിയുമായി ബന്ധപ്പെട്ട് അത് മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമോ എന്തോ ഒരു കാര്യം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ഇത് മണി റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂസ്വത്ത്, നിങ്ങളുടെ ചില കാര്യങ്ങളിലുള്ള പ്രാക്ടിക്കൽ ഡിസിഷൻ എന്നൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ മീനിങ് ആയിട്ട് വരിക. ലോജിക്കലായിട്ട് ചിന്തിക്കുക, ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, പ്രായോഗിക തലത്തിൽ ചിന്തിച്ച് വേണം ഈ സമയത്ത് ഒരു തീരുമാനമെടുക്കാൻ എന്ന് കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ട ഒരു ആക്ഷൻ. എന്ത് ഹിഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? വാട്ട് ഹിഡൻ ഓപ്പർച്യൂണിറ്റി ഈസ് വെയിറ്റിംഗ് ഫോർ യു? ഹെർമിറ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇന്നർ വർക്ക് വേണ്ടി വരും. ഹെർമിറ്റ് എനർജി സൂചിപ്പിക്കുന്നത് ഐസൊലേറ്റഡ് ആയിരിക്കുന്ന, ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അവനവൻ്റെ ഉള്ളിലേക്കാണ് ശ്രദ്ധിക്കുക. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ എനർജി, നമ്മളുടെ ഫീലിങ്സ്, ഇതൊക്കെയാണ് ആ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അല്ലേ? നിങ്ങളുടെ ഇന്നർ വേൾഡിലാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. ആ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് യൂണിവേഴ്സ് ഒരുക്കി തന്നിട്ടുള്ളത് എന്നാണ് കാണുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ എനർജികളൊക്കെ കണക്റ്റഡ് ആണ്. നിങ്ങളിപ്പോൾ ഒരു 5 ഓഫ് കപ്സ് എനർജിയാണ്, അതായത് ഒരു നഷ്ടപ്പെട്ട എന്തൊക്കെയോ ഒരു ഷോക്ക് ലൈഫിൽ വന്നിട്ട് അതിൻ്റെ നഷ്ടബോധത്തിലും നിരാശയിലും ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്.
ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒരു പാലാഴി മഥനം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആ പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം കിട്ടിയത് എന്താണ്? വിഷമാണ് അല്ലേ? അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെ ഒരു മഥനം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് പുറത്ത് പോയി കഴിയുമ്പോൾ പിന്നെ കിട്ടാൻ പോകുന്നത് അമൃതാണ്. അതായത് നിങ്ങൾക്കുള്ള റിവാർഡ്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ് ഇപ്പോൾ എടുത്ത് കളയേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ലൈഫിൽ വന്നിട്ടുള്ളത്. ഈ ഇന്നർ വർക്ക് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് പുറത്തു പോകും, നിങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തുകയാണെങ്കിൽ വരുന്ന 3 to 6 months എന്ത് മാറ്റമായിരിക്കും ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് നോക്കാം. ജസ്റ്റിസ്, ഇതിലപ്പുറം എന്താണ് വേണ്ടത്? നീതിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിഷേധിക്കപ്പെട്ട നീതി നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങൾ ചെയ്തു വെച്ച വർക്കിൻ്റെ ഫലം, നിങ്ങൾ കൊടുത്തിട്ടുള്ള എഫേർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ചേഞ്ച് ഉണ്ടാവാനുണ്ട്. അത് വരുത്തി കഴിഞ്ഞാൽ ഒരു 3 to 6 months നിങ്ങൾക്ക് കിട്ടാതെ പോയ നീതി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവസാനമായിട്ട് നമുക്ക് ഒരു ഗൈഡൻസ് കൂടി എടുക്കാം. ഗൈഡൻസ് ഫ്രം യുവർ ഹയർ സെൽഫ്. എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫിന് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉള്ളത്? 4 of Cups. എന്തോ ഒന്നും നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. 4 of Cups എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് കമ്മിങ് ടു യു, പക്ഷേ നിങ്ങളത് കാണാതെ, ഒന്നുകിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ 4 of Cups മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നു ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഇവിടെ നമുക്ക് വീണ്ടും ഒരു 7 of Cups വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ എടുക്കേണ്ട ചോയ്സ് കറക്റ്റായിട്ട് എടുക്കുക എന്നായിരിക്കാം. 7 of Cups എന്ന് പറയുമ്പോൾ ഈ കാർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ, നിങ്ങൾ പലതിലും ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെ എന്ത് വേണം ഏത് വേണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് 7 of Cupsന് പറയുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള. ഇവിടെ ഇത് കണ്ടോ, ഒരാൾ ഇതെല്ലാം ഒഴിഞ്ഞ പാത്രങ്ങളാണ്, ഇത് എന്തൊക്കെയോ നിറച്ച് വെച്ചിട്ടുള്ള ഒരു പാത്രം ഒരാൾ കൊണ്ടു തരുന്നുണ്ട്. ഈ വ്യക്തി അത് കാണുന്നില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഓപ്ഷനിൽ കറക്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഓപ്ഷൻ വേണം. ഈ ലവേഴ്സ് കാർഡ് നമ്മൾ പറഞ്ഞല്ലോ, ചോയ്സ്, ഈ ചോയ്സ് എടുക്കാനായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. കാർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടലി ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു സാഹചര്യം ലൈഫിൽ വന്നിട്ടുള്ളത് ചില ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, ചില പോസിബിലിറ്റീസ് നിങ്ങളുടെ ഉള്ളിൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു വേദനയിലൂടെ കടന്നു പോവുക, കറക്റ്റായിട്ടുള്ള ചോയ്സ് എടുക്കുക. 3 to 6 months നിങ്ങൾക്ക് കിട്ടേണ്ട നീതി നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് എന്ത് വേർഡാണ് നമുക്ക് കമൻറ്റ് ചെയ്യേണ്ടത്? ജസ്റ്റിസ്. കാരണം നമുക്കിതാണല്ലോ വേണ്ടത്, നീതി, നമുക്കിതാണ് വേണ്ടത്. അപ്പോൾ ഈ വാക്ക് കമൻറ്റ് ചെയ്യുക, നീതി എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റിസ്, JUSTICE എന്ന വാക്ക് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.